ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാമേ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഞാൻ വേണേ ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. അതായത് രണ്ട് ക്യൂബിന്റെയും എന്താണ് വോളിയം തന്നിട്ടുണ്ട്. 64 സെന്റിമീറ്റർ ക്യൂബാണ്. അതിനെ രണ്ടിനെ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തിട്ട് പുതിയൊരു ക്യൂബോയിഡ് ഫോം ചെയ്തു. ആ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാന്നുള്ള. നമുക്കറിയാം ക്യൂബോയിഡിന്റെ ലെങ്തും ഹൈറ്റും ബ്രെഡ്ത്തും ഒന്നും തരാത്തതുകൊണ്ട് തന്നെ നമുക്ക് 2 × LB + LH + BH വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ വോളിയം, ക്യൂബിന്റെ വോളിയം തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഒരു ക്യൂബിന്റെ സൈഡ് കണ്ടുപിടിക്കാം. അതിനെ ചേർത്ത് വെക്കുന്ന സമയത്ത് ആ രണ്ട് ക്യൂബിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്യൂബോയിഡിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ രണ്ട് ക്യൂബിന്റെ ചേർത്ത് വെക്കുന്ന ലെങ്ത് ആയിരിക്കും. അപ്പൊ 4 + 4 8 ആയിരിക്കും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്യൂബിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും, A ആയിരിക്കും. അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴും 4 ആയിരിക്കും അല്ലേ. അപ്പൊ ലെങ്ത് 8 എന്ന് എഴുതാം, ബ്രെഡ്ത്ത് 4 എന്ന് എഴുതാം, ഹൈറ്റ് 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 2 × LB + LH + BH ആണ്. അങ്ങനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 160 സെന്റിമീറ്റർ വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A vessel in the form of a hollow hemisphere mounted by a hollow cylinder. The diameter of the hemisphere is 14 centimeter, and the total height of the vessel is 13 centimeter. Find the inner surface area of the vessel. ഈ ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വെളിയിലുള്ള സർഫസ് തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതാ. പക്ഷെ നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് ഇതാ, ഔട്ടർ സർഫസ് ഏരിയ. ഇന്നർ സർഫസ് ഏരിയ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ശരിക്കും ഇന്നർ സർഫസ് ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ തിക്നെസ് തന്നാൽ, ഇതിനൊരു തിക്നെസ് ഉണ്ടെങ്കിൽ ഔട്ടർ സർഫസിലോട്ടുള്ള റേഡിയസും ഇന്നറിലോട്ടുള്ള റേഡിയസും ഡിഫറന്റ് ആയിരിക്കും. ഇപ്പം ഒരു സിലിണ്ടർ തന്നെ ഇങ്ങനെ തരുക, അതിന്റെ കനം വേണ്ട, അതിന്റെ ഉൾഭാഗം തന്നെ ഇത്രയും കനമുണ്ട്, അതിന്റെ ആ ഒരു കവർ, ഇത്രയും കവർ ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്നർ സർഫസിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഔട്ടർ സർഫസിന്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. കണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് ഇന്നർ സർഫസ് ഔട്ടർ സർഫസ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ തിക്നെസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാൻ ഇന്നർ സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ സർഫസ് തന്നെയാണ്, സർഫസ് ഏരിയ തന്നെയാണ്. മനസ്സിലായി? അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇന്നർ സർഫസ് ഏരിയ ഓഫ് വെസൽ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പടം വരയ്ക്കണം. ഒരു ഹോളോ ഹെമിസ്ഫിയർ കേട്ടോ, പാകം പൊള്ളയായിട്ടുള്ള ഒരു ഹെമിസ്ഫിയർ. ഇതാണ് അർത്ഥം. അങ്ങനെ ഒരു ഹോളോ ഹെമിസ്ഫിയറിന്റെ മണ്ടയ്ക്ക്, ഹോളോ ഹെമിസ്ഫിയർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു ഹോളോ ഹെമിസ്ഫിയർ, ഈ ഹോളോ ഹെമിസ്ഫിയറിന്റെ മണ്ടയ്ക്കായിട്ട് കണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ. കാരണം എന്താ? കാരണം ഓൾറെഡി അത് ആ പാത്രത്തിനുള്ളിലുള്ള ഭാഗമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഹോളോ ഹെമിസ്ഫിയറിന്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നമ്മൾ ഒരു സിലിണ്ടർ വെച്ചിരിക്കുക. മൗണ്ടഡ് ബൈ എ ഹോളോ സിലിണ്ടർ, അതും ഹോളോ സിലിണ്ടർ ആണ് കേട്ടോ, ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാത്രമായിട്ട് മാറി. ഇത് ഈ വലിയ വലിയ കാറ്ററിംഗ് കാറിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് പാത്രമാണ്, വലിയ പാത്രം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് നമുക്ക് എന്താ, ഇത് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള സാധനം ഡോട്ടഡ് വരച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്താണ്, സിലിണ്ടറിന്റെ ബേസ് പോർഷനും ഇല്ല, ഹെമിസ്ഫിയറിന്റെ ടോപ്പ് പോർഷനും അവിടെ ഇല്ല. അവിടെ പൊള്ളയല്ലേ, അപ്പൊ അകത്ത് അവിടെ അങ്ങനെ ഒരു സർഫസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഡോട്ടിൽ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഫൈൻഡ് ദ ഇന്നർ സർഫസ് ഏരിയ. ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലുള്ള സർഫസ് ഏരിയ, അത് ഔട്ടർ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ അവർ തന്നിരിക്കുന്ന വെസൽ ഇൻ ദി ഫോം ഓഫ് ഹോളോ ഡയമീറ്റർ ഓഫ് ഹെമിസ്ഫിയർ ഈസ് 14. അതായത് ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടം തൊട്ട് ഇവിടം വരെ അത് 14 ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് അതിന്റെ പകുതിയല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ, 7 അല്ലേ ആണ്. ഇനിയും അതേപോലെ അതിന്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി വെസൽ, ഈ ഹെമിസ്ഫിയറും അതുപോലെ സിലിണ്ടറും എല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ വെസൽ ഉണ്ടാകുന്നത്. അതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13 ആണെന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ഇവിടുന്ന് ഇങ്ങോട്ടും എടുക്കും, അതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും ഇത് തന്നെയാണ്, അത് അതിന്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. അങ്ങനെയാണെങ്കിൽ മൊത്തം ഹൈറ്റിനകത്ത് ഇത്രയും ഹൈറ്റ് എന്തിനു പോയി, റേഡിയസ് 7 പോയാൽ ബാക്കി ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 13 - 7 6 കിട്ടും. അപ്പം h എന്ന് പറഞ്ഞാൽ എന്താ, ഹൈറ്റ് ഓഫ് സിലിണ്ടർ, h ഓഫ് സിലിണ്ടർ,
സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 6 കിട്ടി. അതേപോലെ തന്നെ റേഡിയസ് ഓഫ് എന്താണ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 7 കിട്ടി. ഇനി റേഡിയസ് ഓഫ് എന്താണ് സിലിണ്ടർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതും എത്ര തന്നെയാണ്? 7 ആണ്. ഇനി നിങ്ങൾക്ക് ആ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ എവിടെയൊക്കെ തൊടാൻ പറ്റും. അതായത് ആ സിലിണ്ടറിന്റെ കേർഡ് സർഫസിൽ തൊടാം. അതേപോലെ തന്നെ ഹെമിസ്ഫിയറിന്റെയും കേർഡ് സർഫസിലല്ലേ തൊടാൻ പറ്റുന്നത്. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് വെസൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കേർഡ് സർഫസ് ഏരിയ ഓഫ് എന്താണ് ഹെമിസ്ഫിയറിന്റെ കൂടെ കേർഡ് സർഫസ് ഏരിയ ഓഫ് എന്ത് കൂട്ടിയാൽ മതി? സിലിണ്ടർ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കേർഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ നമുക്കറിയാം എത്രയാണ്? 2πr² ആണ്. ഇനിയും സിലിണ്ടറിന്റെ കേർഡ് സർഫസ് ഏരിയ നമുക്കറിയാം 2πrh ആണ്. രണ്ടിന്റെ റേഡിയസ് സെയിം ആയതുകൊണ്ട് കോമൺ എടുക്കാം. 2 കോമൺ എടുക്കാം, പൈയും കോമൺ എടുക്കാം, ആറും കോമൺ എടുക്കാം. ബാക്കി എത്ര? r പ്ലസ് h എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 7 ആണ് ഇൻറ്റു 7 പ്ലസ് h എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര? സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 6 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 6 13. ഇതും കട്ട് ചെയ്ത് പോയി. 22 ഇൻറ്റു 7 66, 22 ഇൻറ്റു 2 44, 44 ഇൻറ്റു 13. 44 ഇൻറ്റു 10 എന്ന് പറയുന്നത് 440, 44 ഇൻറ്റു 3 എന്ന് പറയുന്നത് 132 ആണ്. അപ്പം 440 572 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെറുതാക്കിയിട്ടുണ്ട് മൊത്തം ക്വസ്റ്റ്യൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A toy is in the form of മൂന്നാമത്തെയാണ്. Toy is in the form of a cone of radius cone of radius 3.5 centimeter mounted on a hemisphere of same radius. The total height of the toy is 15.5 centimeter. Find the total surface area of the toy.
ഓക്കെ, നോക്കിയോ. അപ്പൊ നമ്മൾ ഇനിയും ഇത് പറയാൻ പോകുന്ന ഒരു ടോയ്, ഒരു ഇൻ ദി ഫോം ഓഫ് കോൺ ആണ്, ഓഫ് റേഡിയസ് 3.5 മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ. അതായത് ഹെമിസ്ഫിയറിന്റെ മണ്ടയ്ക്ക് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു കോണിന്റെ ആകൃതിയിലാണ് ഒരു ടോയ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ, അതായത് ഒരു കോണ്, ആ കോണിന്റെ കണ്ട, ഞാൻ അകത്തുള്ള സർഫസ് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞാൻ തിക്കായിട്ട് വരയ്ക്കുന്നില്ല. കണ്ട, അകത്തുള്ളത് നമുക്ക് ഡോട്ട് ഇട്ട് വരയ്ക്കാം, കാരണം അത് ആ ടോയുടെ ഉൾഭാഗത്തായിട്ട് പോകുന്നതാണ്. പക്ഷെ നമുക്കത് വരയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങ് വരയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതന്നെ ഇങ്ങനെ. ഓക്കെ, ഇത് എങ്ങനെയാ, ഇവിടെ ഒരു കോൺ കണ്ട, ഇതിന് മണ്ടയ്ക്ക് ഒരു കോൺ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഷേപ്പിൽ ഒരു ടോയ് ഇരിക്കുകയാണ്. ഈ ടോയുടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഈ ടോയ്ക്ക് എത്ര സർഫസ് ഉണ്ട്? രണ്ട് സോളിഡ്സ് ഉണ്ട് ഇവിടെ. അതിൽ ഒന്ന് ഹെമിസ്ഫിയർ, ഒന്ന് കോണുമാണ്. അതിൽ തൊടാൻ പറ്റുന്നത്, ഈ ടോയുടെ ഇതിൽ തൊടാൻ പറ്റുന്നത് ആ കോണിന്റെ കേർഡ് സർഫസിലും അതേപോലെ തന്നെ ഈ ഹെമിസ്ഫിയറിന്റെ കേർഡ് സർഫസിലും. അപ്പൊ നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ പ്ലസ് എന്താണ് ഹെമിസ്ഫിയറിന്റെ കേർഡ് സർഫസ് ഏരിയ ചെയ്താൽ മതി. പ്ലസ് അതിന്റെ റേഡിയസ് എല്ലാം കണ്ടുപിടിക്കണം. അതായത് നോക്കിയോ, ഇതിന്റെ റേഡിയസ് ഹെമിസ്ഫിയറിന്റെ, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 3.5 ആണ്. 3.5 ആണ്. അപ്പൊ താഴോട്ടുള്ളത് എത്ര തന്നെയായിരിക്കും? 3.5 ആയിരിക്കും. അതേപോലെ ടോട്ടൽ ഹൈറ്റ്, മൊത്തം ഹൈറ്റ് എത്രയാ? മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 15.5. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ താഴോട്ട് റേഡിയസ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ഈ ഫിഗറിന്റെ, അതായത് ഇത്രയും ഓൾറെഡി 3.5 വന്നു, 3.5 വന്നു. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് 12 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഇതായിരിക്കും നമ്മുടെ എന്ത് 12 എന്ന് പറയുന്നത്. ഓക്കെ, 12. ഓക്കെ, 3.5. ഇനി സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാതെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്കറിയാം സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എന്താണ്, ബി സ്ക്വയർ പ്ലസ്, അതായത് 3.5 സ്ക്വയർ പ്ലസ് എത്രയായിരുന്നു? 12 ആയിരുന്നു. 12 സ്ക്വയർ ആയിരുന്നു, ഇല്ലയോ? അപ്പൊ L ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12.25 എന്ന് വരും. പ്ലസ് ഇത് 144 എന്ന് വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ട് ഓഫ് 156.25 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതിന് റൂട്ട് ഉണ്ട്. കാരണം അറിയോ, നിങ്ങൾ നോക്കേണ്ടത് ഇതിനടുത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗർ. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന റൂട്ട് ആണ്. 100ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 10,000. 200ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 40,000. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇത് പോയിന്റ് മാറ്റിയിട്ട് 15,625 എന്നങ്ങ് എടുത്തു, പോയിന്റ് മാറ്റിയിട്ട്. അപ്പൊ 15,625 എന്ന് പറയുമ്പോൾ 10,000-നും 40,000 ഇടയ്ക്കല്ലേ. അപ്പം ഓൾമോസ്റ്റ് എന്താണ്, സോറി, 200 സ്ക്വയർ ആണ്. ഓൾമോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേറൊരു 200 വരെ പോണ്ട, 150ന്റെ സ്ക്വയർ എടുക്കാം. 150ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225. അപ്പൊ 22,500 ആണ്. അപ്പൊ നോക്കിയാൽ, അപ്പൊ നമുക്ക് കൃത്യം ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം. 10,000-നും 22,500-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് 15,625. അപ്പൊ ഇതിന് റൂട്ട് ഉണ്ടെങ്കിൽ അത് 100-നും 150-നും ഇടയ്ക്കായിരിക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റ് 5 വരുന്നതും കൊണ്ട് 105 × 105 ചെയ്ത് നോക്കാം, 115 × 115 ചെയ്ത് നോക്കാം, 125 × 125 ചെയ്ത് നോക്കാം, 135 × 135 ചെയ്ത് നോക്കാം, 145 × 145 ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് വീണ്ടും കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ നോക്കിയോ, ഇത് 10,000-നും 22,500-നും കൃത്യം നടുക്കുള്ള സംഖ്യ. അപ്പം ഉറപ്പായിട്ടും ഈ 105-ഉം 115-ഉം 145-ഉം 115-ഉം ആകാൻ സാധ്യതയില്ല. കൃത്യം ഈ 125 ആകാനേ സാധ്യതയുള്ളൂ. ചെയ്ത് നോക്കണം. അപ്പൊ 125 × 125 ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം 15,625 കിട്ടും. അപ്പൊ ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പൊ ഇവിടെ പോയിന്റ് വന്നുകൊണ്ട് തന്നെ അതിനെ നമുക്ക് 12.5 എന്ന് എടുക്കേണ്ടി വരും. മനസ്സിലായോ? അതായത് 125 × 125 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 15,625 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 156.205 ആയിരുന്നത്. അപ്പൊ ഇത് 12.5 × 12.5 ആയിരിക്കും നിങ്ങൾ ഇൻഡു ചെയ്തെന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, എല്ല് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ, ഇനിയും ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ടോയ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എന്താ, ഇത് എന്താ, ഹെമിസ്ഫിയർ പ്ലസ് എന്ത് ചെയ്താൽ മതി? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എന്താ, കോൺ കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2πr² ആണ്. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്താണ്? πrl ആണ്. രണ്ടിന്റെ റേഡിയസ് സെയിം ആയതുകൊണ്ട് 2π കോമൺ എടുത്ത് 2πr കോമൺ എടുത്ത് കഴിഞ്ഞാൽ r പ്ലസ് l വരുന്നു. വാല്യൂ ഇട്ട് കൊടുക്കുക. 2 × 22/7 റേഡിയസ് 3.5 ആണ് ഇൻറ്റു
ഇത് 3.5 പ്ലസ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 12.5 കിട്ടി സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഇവിടെ വീണ്ടും 2 ഇൻറ്റു 22/7 ഇൻറ്റു ഈ 3.5നെ നമുക്ക് വേണമെങ്കിൽ 35/10 എന്ന പോയിന്റ് മാറ്റി പെട്ടെന്ന് എഴുതാം. കാരണം 3.5ന്റെ പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻറ്റു 10 അല്ലേ ചെയ്യുന്നത്. ഇൻറ്റു 10 ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ ഡിവൈഡ് ബൈ 10 ചെയ്യണം. അപ്പൊ 3.5 ഇൻറ്റു 10 ചെയ്യുമ്പോൾ അത് 35 ആയി, ബാക്കി 10 താഴെ തന്നെ കിടക്കും. അങ്ങനെ നിങ്ങൾ ഇപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് ഇപ്പം 314 നിങ്ങൾക്ക് വേണമെങ്കിൽ 314 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം. 3.142നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3142 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതാം. മനസ്സിലായോ? പോയിന്റ് മാറ്റി എഴുതുമ്പോൾ വെട്ടാൻ എളുപ്പമാണ്. അങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. 12 3 15 1 16 അല്ലെ? 12.5 3.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 7ഉം ഈ 35ഉം 5 വെച്ച് വെട്ടാം. അതേപോലെ തന്നെ ഈ 5ഉം ഈ 10ഉം 2 വെച്ച് വെട്ടാം. ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 22 ഇൻറ്റു 16 ഉള്ളൂ. ശരിയല്ലേ? അപ്പം ഇവിടെ 20 ഇൻറ്റു 16 ചെയ്യുമ്പോഴത്തേക്കും 160, 2 ഇൻറ്റു 16 116 അല്ലേ? 160 അല്ല, 20 ഇൻറ്റു 16 320, 352 സെന്റിമീറ്റർ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതിന് ആൻസർ ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ. ഫൈനൽ ആൻസർ ഇതല്ല. ഒരു സെക്കൻഡ്. കുഞ്ഞുങ്ങളെ, ഇതിനകത്തൊരു തെറ്റ് വന്ന എന്താണെന്ന് അറിയാമോ? നോക്കിക്കോളൂ. നമ്മളിവിടെ 2 കോമൺ എടുക്കാൻ പറ്റത്തില്ല, കാരണം 2 ഇല്ലല്ലോ ഇവിടെ. ശരിയല്ലേ? കാരണം 2 ഒരിടത്തെ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആകെ πr മാത്രമേ കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കി 2r പ്ലസ് എല്ലാം അകത്ത് വരും. അതാണ് തെറ്റിപ്പോയത്. അപ്പൊ 22/7 ഇൻറ്റു ഇത് 3.5 ഇൻറ്റു 2 ഇൻറ്റു 3.5 പ്ലസ് എത്രയാ ഇവിടെ വരുമ്പോഴത്തേക്കും 12.5 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 22/7 ഇൻറ്റു 35/10 എന്നാക്കാം. ഇൻറ്റു ഇത് നമുക്ക് 2 ഇൻറ്റു 3.5 എന്ന് പറയുമ്പോൾ 7 പ്ലസ് 12.5 എന്ന് വരുന്നു. വീണ്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 22/7 ഇൻറ്റു 35/10 ഇൻറ്റു നമുക്ക് 7 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 19.5 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 5, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 2, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 11. ഇനി 11 ഇൻറ്റു 19.5 ചെയ്യുമ്പോൾ നമുക്ക് 214.5 എന്ന് തന്നെ കിട്ടും. ഇത് ആൻസറേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങളൊന്ന് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. എഴുതി കഴിഞ്ഞോ? ഇതെല്ലാം എഴുതി കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ എന്ന് ഓരോരുത്തരോടൊന്ന് ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഇനോക്ക് ഒക്കെ ആണോ? എനോക്ക്, റിച്ചി, സർ മനസ്സിലായി സർ. റിച്ചി, റിജോ. ഓക്കെ ഓക്കെ. അൽക്ക, ശ്രേയ, രണ്ട് ശ്രേയമാര്. ഓക്കെ 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 ഓക്കെ. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിർത്തിയേക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ. എ ക്യൂബിക്കൽ ബ്ലോക്ക് എ ക്യൂബിക്കൽ block of side 7 centimeter is surmounted by a hemisphere. What is the greatest diameter the hemisphere can have? The hemisphere can have. Find the surface area of soil. ഒന്നുമില്ല, നിങ്ങൾ ഈ ഓരോരുത്തർ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഐസ്ക്രീം, നിങ്ങൾ സ്കൂപ്പ്, അവർ എന്താ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ എടുത്തു തരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഐസ്ക്രീം ബോക്സിൽ നിന്ന് ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ തന്നെ ഇങ്ങനെ കുഴിച്ചെടുത്ത് തരും, ഇല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയാമോ? അതേപോലെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ അത് വേണ്ട, അത് എനിക്കൊന്നത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐസ്ക്രീം, അത് എക്സാമ്പിൾ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കി ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഇത് സൈഡ് വ്യൂ ആണ്. ആ ക്യൂബിന്റെ മണ്ടയ്ക്ക് ഒരു ഹെമിസ്ഫിയർ തന്നെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിന്റെ മണ്ടയ്ക്ക് ഹെമിസ്ഫിയർ വെക്കുവാണെങ്കിൽ ആ ഹെമിസ്ഫിയറിന്റെ മാക്സിമം ഡയമീറ്റർ എന്തോരമാകാം ശ്രേയ? ഒരു ക്യൂബിന്റെ മണ്ടയ്ക്ക് ഒരു മാക്സിമം വലിയ രീതിയിൽ ഒരു ഹെമിസ്ഫിയർ വെക്കണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ നമുക്ക് എന്ത് വരെ ആകാം ശ്രേയ? വിനോദ് പറഞ്ഞു. ക്യൂബിന്റെ സൈഡ്. അതായത് ഈ ക്യൂബിന്റെ സൈഡിനനുസരിച്ച് മാത്രമല്ലേ ഉള്ളൂ ഇതിന്റെ മാക്സിമം ഡയമീറ്റർ വരത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ വെച്ചാൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ശരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു നോക്കിയോ. അതായത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ അല്ല, ഒരു ഇത് തന്നിരിക്കുകയാണ്. ഇതിന്റെ ശരിക്കുള്ള പടം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇങ്ങനെ വരുന്നത്. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണെന്ന് ഓർത്താൽ മതി, ഒരു ക്യൂബിന്റെ. ഓക്കെ, ഇതാണ് ആ ക്യൂബ്. ഈ ക്യൂബിന്റെ മണ്ടയ്ക്ക് നിങ്ങൾ ഒരു എന്ത് വെച്ചിരിക്കുക അറിയോ? ഒരു ഹെമിസ്ഫിയർ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുക, കണ്ടോ? അപ്പൊ മാക്സിമം വെക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ഈ ക്യൂബിന്റെ ഇതിനനുസരിച്ചാണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്, ശരിയല്ലേ? ഓക്കെ, ഇതിങ്ങനെ മണ്ടയ്ക്കോട്ടുണ്ട്, അതായത് ഇതിങ്ങനെ മണ്ടയ്ക്കോട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇതിന്റെ എവിടൊക്കെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, അതായത് ഈ ഫിഗറിന്റെ എവിടൊക്കെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കിക്കോ. ഇരിക്കുകയാണ് അല്ലെ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹെമിസ്ഫിയറിന്റെ കേർവ്ഡ് സർഫസിൽ മൊത്തം നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ടച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി ഇതുണ്ട് ഈ ഫേസില് അതേപോലെ 5 ഫേസ്, അതായത് താഴെയുള്ള ഫേസ്, അപ്പുറത്തുള്ള ഫേസ്, ആ സൈഡിലുള്ള ഫേസ്, അപ്പൊ മൊത്തം
ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. രണ്ട്, ഇതൊരു ക്യൂബിക്കൽ ബോക്സ് ആയിട്ട് എടുക്കുക. ഇതൊരു ക്യൂബിക്കൽ ബോക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇതിന്റെ മണ്ടയ്ക്ക് രണ്ട് ഞാൻ ഇവിടെ ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ട്, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് തന്നെ ഈ ഷേപ്പിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഇവിടെ ഒരു ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യാൻ പോവാം. ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പോവാം. കണ്ടോ, ഇങ്ങനെ ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യാൻ പോവാം. ഓക്കെ ആണല്ലോ. അപ്പം ഹെമിസ്ഫിയറിന് മാക്സിമം ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ക്യൂബിന്റെ സൈഡ് തന്നെയായിരിക്കും എന്റെ ഡയമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ ടച്ച് ചെയ്യാം, എവിടെ ഇതിന്റെ സർഫസ് ഏതൊക്കെയാ, ഈ മുകളിലത്തെ സർഫസ് വിട്ടേര്, ബാക്കി ഈ ക്യൂബിന് 1, 2, 3, 4 അതേപോലെ 5 ഇല്ലേ. ഇനി മുകളിലത്തെ സർഫസ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, മുകളിലത്തെ സർഫസ് എന്ന് പറയുമ്പോൾ ഈ ഹെമിസ്ഫിയറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ ടച്ച് ചെയ്യും. അതല്ലാതെ ഈ വരച്ചിരിക്കുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇത്രയും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഇത്രയും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇത്രയും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഇത്രയും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 5 into ഏരിയ ഓഫ് ക്യൂബ് ആണല്ലോ, 5 into ഏരിയ ഓഫ് 1 സ്ക്വയർ ഫീറ്റ് 5a സ്ക്വയർ. അതിന്റെ കൂടെ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എന്താ, ഈ സിലിണ്ടർ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഭാഗം മാത്രം കൺസിഡർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സർഫസിന്റെ ടോട്ടൽ ഏരിയ a സ്ക്വയറിൽ നിന്ന് ഈ സർക്കിളിന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്ത് മാറ്റണം. അതായത് a സ്ക്വയറിൽ നിന്ന് y സ്ക്വയർ മൈനസ് ചെയ്ത് മാറ്റണം എന്നാണ്. അപ്പോൾ പറഞ്ഞു തരാൻ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ഓരോ ഫേസും വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഇതിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 5 ഫേസിന്റെ ഏരിയ എന്തായാലും കണ്ടുപിടിക്കണം, ടോട്ടൽ സർഫസിനകത്ത് വരും. അതേതാ, ഏതൊക്കെയാ, ഈ സ്ക്വയറിന്റെ തന്നെ ഈ സൈഡിലെ ഏരിയ, അതേപോലെ ഇതിന്റെ ബോട്ടം ഏരിയ, അതേപോലെ തന്നെ അതിന്റെ ഈ സൈഡിലെ ഇതിന്റെ ഏരിയ, അതേപോലെ അപ്പുറത്തെ ഏരിയ, അതേപോലെ ഇപ്പുറത്തെ ഏരിയ. കണ്ടോ, ഇവിടെ ഈ സൈഡിലെ ഏരിയ അല്ലേ. ഈ മണ്ടക്കത്തെ ഏരിയയിലാണ് എന്തിരിക്കുന്നത്, മണ്ടക്കത്തെ ഏരിയയില് നിങ്ങൾ നോക്കിയേ, ഇതേപോലെ തന്നെ ഒരു ഹെമിസ്ഫിയർ തന്നെ ഇങ്ങനെ വന്നിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക ഇല്ലേ. അപ്പൊ അവിടെ നിങ്ങൾ നോക്കട്ടെ, അതിന്റെ കേർവ്ഡ് സർഫസ് ആഡ് ചെയ്യും, പിന്നെ ഈ ഏരിയയും കൂടെ നിങ്ങൾക്ക് കൂട്ടേണ്ടി വരും. അതായത് ഈ ഏരിയ അതേപോലെ തന്നെ ഈ ഏരിയയും കൂട്ടേണ്ടി വരും. ശരിയല്ലേ. അപ്പൊ നിങ്ങൾ ഈ 5 ആൾക്കാരുടെ ഈ പച്ച കളർ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, പച്ച കളർ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ. പച്ച കളർ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ. അപ്പൊ ഇത് 4 ക്യൂബിക്കൽ ഫേസ് ആയതുകൊണ്ട് ഇത് 5 ക്യൂബിക്കൽ ഫേസ് ആയതുകൊണ്ട് ഇതിന്റെ 5a സ്ക്വയർ ചെയ്താൽ മതി. അതേപോലെ ഇതിന്റെ കേർവ്ഡ് സർഫസും അതിന്റെ കൂടെ കൂട്ടിയിട്ട് ഇനി എന്ത് ചെയ്യാം, ഈ ക്യൂബ് ഇരിക്കുന്ന ബാക്കിയുള്ള പച്ച റീജിയൻ കണ്ടോ, അവിടത്തെ ഏരിയ എന്ത് ചെയ്യണം, അവിടത്തെ ഏരിയ കൂടെ കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം, ആ ക്യൂബിന്റെ മുകളിലത്തെ ഏരിയ a സ്ക്വയർ, അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഹെമിസ്ഫിയറിന്റെ ബേസ് ഏരിയ ആയിട്ടുള്ള സ്ക്വയർ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ശരിയല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇക്വേഷൻ തന്നെ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെയായിരുന്നു വരേണ്ടത്. 5 into ഏരിയ ഓഫ് എന്താണ്, സ്ക്വയർ ഫേസ് ഓഫ് ക്യൂബ് പ്ലസ് അതിൻ്റെ കൂടെ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇനി അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇനി നിങ്ങൾക്ക് ആ മുകളിലത്തെ ഇത്രയും ഭാഗം, അതായത് ഇത്രയും ഭാഗത്തിന്റെ കൂടെ ഏരിയ കണ്ടോ, ഈ ഭാഗത്തിന്റെ കൂടെ ഏരിയ അതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മുകളിലത്തെ ഏരിയയുടെ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഏരിയ ഓഫ് 1 സ്ക്വയർ ഫേസ് മൈനസ് ബേസ് ഏരിയ ഓഫ് എന്താണ്, ഹെമിസ്ഫിയർ. അപ്പം ഇവിടെ ഇങ്ങനെ വരും, 5 into ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 5a സ്ക്വയർ പ്ലസ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് 2πr സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് എന്തെന്ന് വരും, മൈനസ് ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ πr സ്ക്വയർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് ബ്രാക്കറ്റ് മാറ്റാൻ പ്ലസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 5a സ്ക്വയർ പ്ലസ് 2πr സ്ക്വയർ പ്ലസ് a സ്ക്വയർ മൈനസ് πr സ്ക്വയർ. 5a സ്ക്വയറും a സ്ക്വയറും കൂടെ കൂട്ടിയാൽ 6a സ്ക്വയർ, 2πr സ്ക്വയർ πr സ്ക്വയർ മൈനസ് ചെയ്താൽ ബാക്കി πr സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂബിക്കലിന്റെ സൈഡ് 7 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പം അതിന്റെ നമുക്ക് ഇങ്ങനെ എടുക്കാം, 6 into 7 സ്ക്വയർ പ്ലസ് ഇവിടെ 22/7 ഇൻറ്റു അതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ എത്രയാ, 7ന്റെ പകുതി 3.5 ആയിരിക്കും ഇല്ലേ. അതിനെ വേണമെങ്കിൽ അതങ്ങനെ അതിന്റെ സ്ക്വയർ. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ എത്രയാ, 6 into 49 പ്ലസ് 22/7 ഇൻറ്റു ഇതിനെ നമുക്ക് 35/10 ഇൻറ്റു 35/10 എന്നാക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് 5 വെച്ചിട്ട്, ഇത് രണ്ടും കട്ട് ചെയ്ത് 2 വെച്ചിട്ട്, ഇത് രണ്ടും കട്ട് ചെയ്തു
11 വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം 6 × 49 പ്ലസ് എന്ത് ചെയ്യാം, 11 × 35 ഡിവൈഡഡ് ബൈ 10 എന്ന് ചെയ്യാം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ ഞാൻ പറയാം എത്രയാണെന്ന്. ഈ ഐഡിയ കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഈ ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ ഇത്. ഇപ്പൊ നമ്മൾ ഹെമിസ്ഫിയർ മുകളിലോട്ടാണ് കൺസിഡർ ചെയ്തത്. ഇനി ഇത് താഴോട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഐസ്ക്രീം സ്കൂപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ താഴോട്ട് കൺസിഡർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു രീതി കൂടെ ഉണ്ട് അതിന്. ഇതിന്റെ ഫൈനൽ ആൻസർ വന്നിട്ട് ഇതാണ്. 332 കിട്ടും. അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 294 ആണ്. 294 പ്ലസ് 38.5 ആണ് കിട്ടുന്നത്. അപ്പൊ കിട്ടും, ആൻസർ കിട്ടുവേ 332.5 സെന്റിമീറ്റർ. ഇത്രയുമേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കട്ടെ. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാതെ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ള ഭാഗം എന്നോട് ചോദിക്കുക. പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി, പറഞ്ഞുതരാം. എന്നാൽ ഇങ്ങനെ നിൽക്കട്ടെ ഇന്നത്തെ